അല്ലമീനാണ് സഭയിൽ നിന്നുള്ള വിവരങ്ങളുമായുള്ളത്. അല്ലമീൻ, ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് കെ ലതിക അത് ഷെയർ ചെയ്തത്, ഈ വിഷയങ്ങളിൽ എന്ത് മറുപടിയാണ് മന്ത്രി എം പി രാജേഷ് നൽകിയത്? പകരം ആരോപണം ഉന്നയിച്ചതിൽ പ്രതിപക്ഷം എങ്ങനെയാണ് നിലപാടെടുത്തത്? സ്മൃതി, ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം നിയമസഭയുടെ ഫ്ലോറിലേക്ക് കൊണ്ടുവന്നത്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട വർഗീയ പ്രചരണവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു, എത്ര FIR ഇട്ടു, ആർക്കെതിരെ കേസെടുത്തു എന്നതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇതിന് മന്ത്രി മറുപടി പറഞ്ഞ എം പി രാജേഷ് പറഞ്ഞത്, കൃത്യമായി ഇടപെടൽ സർക്കാർ നടത്തി, വർഗീയ പ്രചരണത്തിന് ശ്രമം നടന്നതായി ചില പരാതികൾ ലഭിച്ചിരുന്നു. അതിൽ പോലീസ് അന്വേഷണം നടത്തി, ചിലരെ അറസ്റ്റ് ചെയ്തു, ചില രേഖകൾ പിടിച്ചെടുത്തു. പക്ഷേ ഫേസ്ബുക്കിൽ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രചരണവും ആക്ഷേപവും ഒക്കെ അധികവും നടന്നത്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് ഈ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളൊരു മറുപടിയാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ പിന്നീട് പ്രതിപക്ഷം കുറച്ചുകൂടി ഷാർപ്പായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. കെ ലതിക, മുൻ MLA കെ ലതിക, ഭരണകക്ഷിയിൽപ്പെട്ട മുൻ MLA ആയിട്ടുള്ള കെ ലതിക ഈ വർഗീയ പ്രചരണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. അതിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു, അവർക്കെതിരെ കേസെടുത്തോ, FIR ഇട്ടോ എന്ന് അടക്കമുള്ള ചോദ്യം പ്രതിപക്ഷം ചോദിക്കുകയായിരുന്നു. ഇത്തരത്തിൽ സൈബർ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മറു ചോദ്യങ്ങളുമായി ഭരണപക്ഷവും രംഗത്തിറങ്ങി. അവർ ഇറക്കിക്കളിച്ച കാർഡ് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ രേഖ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നു. ഇതോടുകൂടി സഭാതലം പ്രക്ഷുബ്ധമാവുകയും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇത്തരത്തിൽ സർക്കാരിനെതിരെ ഒരു കാര്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷം കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അതിനെ മറ്റു കേസുകൾ പറഞ്ഞുകൊണ്ട് വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷം നടത്തുകയും ചെയ്തു. പിന്നീട് കെ ലതികയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് പ്രതിപക്ഷം ഫോക്കസ് ചെയ്തപ്പോൾ അതിന് കൃത്യമായ മറുപടി മന്ത്രി പറഞ്ഞു. മന്ത്രി പൂർണ്ണമായും കെ ലതികയെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതായത് കെ ലതിക അന്ന് ഈ കെ ലതികയുടെ വിവാദത്തിന് ആധാരമായ ഫേസ്ബുക്ക് പോസ്റ്റ് സഭയിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രി മറുപടി പറഞ്ഞത്. കെ ലതികയുടെ പോസ്റ്റ് വർഗീയ പ്രചരണമാണോ അതല്ല വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോസ്റ്റാണോ എന്ന് അത് കാണുമ്പോൾ തന്നെ വ്യക്തമാകും. ഇത് മാത്രമല്ല, ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അത് അനുചിതമാണ് എന്ന് കണ്ടാൽ പിൻവലിക്കുന്നത് വിവേകപൂർണ്ണമായ നടപടിയാണ്. നമ്മൾ എല്ലാവരും അങ്ങനെ ചെയ്യും. കെ ലതിക പോസ്റ്റ് പിൻവലിച്ചതും അങ്ങനെ വേണം കാണാൻ എന്നുള്ള രീതിയിലൊരു പ്രതികരണമാണ് മന്ത്രി നടത്തിയത്. ഏതായാലും ആ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വാക്പോരും സഭാതലം പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യവുമൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അതിന് പിന്നാലെ ഏറെ നേരം പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. പ്രതിപക്ഷം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഭരണപക്ഷം തടയുന്നൊരു സാഹചര്യം അത് സ്പീക്കർ ഇടപെട്ട് ഒഴിവാക്കണമെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയും ചെയ്തു. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ഇളകിമറിയുന്നൊരു സാഹചര്യമാണ് ഇന്ന് സഭ തുടങ്ങി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ കാണാനായത്. ചോദ്യോത്തരവേള ഏറെ നേരം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവും മന്ത്രി എം പി രാജേഷിന് മറുപടി പറയാനാകാതെ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ, മന്ത്രിമാർ ഉൾപ്പെടെ എഴുന്നേറ്റാണ് പ്രതിപക്ഷത്തിനെതിരെ പ്രതിരോധം തീർത്തത്. അങ്ങനെ ഏറെ നേരം ആ വാക്പോരിൽ കലാശിച്ച ശേഷം പിന്നീട് ശൂന്യവേളയിലേക്ക് കടക്കുകയായിരുന്നു. ശൂന്യവേളയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് മനു തോമസിന്റെ വിവാദങ്ങളാണ്. പി ജയരാജനെതിരെ, അദ്ദേഹത്തിന്റെ മകനെതിരെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് പ്രതിപക്ഷം ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമായി ഉയർത്തിയത്. ഖാദി ബോർഡ് ചെയർമാനായിട്ടുള്ള പി ജയരാജനും അദ്ദേഹത്തിന്റെ മകനുമെതിരെ ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവ് നടത്തിയ വെളിപ്പെടുത്തലുകൾ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി, കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം, അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ ആ നോട്ടീസ് പരിഗണിക്കാൻ സ്പീക്കർ തുടങ്ങുമ്പോൾ തന്നെ ഭരണപക്ഷത്തിന്റെ മന്ത്രി എം പി രാജേഷ് പറഞ്ഞത്, ചട്ടപ്രകാരം നിലനിൽക്കുന്ന നോട്ടീസല്ല പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. അഭ്യൂഹങ്ങളുടെ പേരിലുള്ള, പറഞ്ഞു കേട്ട അറിവുകളുടെ പേരിലുള്ള ഒരു ആരോപണവും ആക്ഷേപവുമാണ്. വ്യക്തിപരമായ അധിക്ഷേപം മാത്രമാണ് ആ വിഷയത്തിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ചട്ടപ്രകാരം വിഷയം പരിഗണിക്കാനാവില്ല എന്നൊരു നിലപാട് മന്ത്രി സ്വീകരിക്കുകയായിരുന്നു. ഇതോടെ പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധവുമായി ഇറങ്ങുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, സർക്കാരിനെയും പാർട്ടിയും പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടി വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാത്ത, അതിന് അനുമതി നൽകാത്തൊരു സമീപനമാണ് കുറെ കാലമായി നിയമസഭയിൽ നടക്കുന്നത്. ചോദ്യോത്തരവേള ഭരണപക്ഷം ദുരുപയോഗം ചെയ്യുന്നു. അതുപോലെ തന്നെ ശൂന്യവേളയും പ്രതിപക്ഷത്തിന്റെ അവകാശവും അത്തരത്തിൽ ഹനിക്കുകയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപവും ആരോപണവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുകയും ചെയ്തു. അതിന് സ്പീക്കർ കൂട്ടുനിൽക്കരുത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത്തരത്തിൽ സർക്കാർ പ്രതിരോധത്തിലാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അനുവദിക്കാതെ പുതിയ പ്രവണത, പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും അത്തരത്തിൽ പ്രതിപക്ഷത്തിന് ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകാത്തതിലും ആ നോട്ടീസ് പരിഗണിക്കാത്തതിലും പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. സഭാംഗങ്ങൾ മുഴുവൻ, പ്രതിപക്ഷാംഗങ്ങൾ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാക്കളുടെ വാർത്താ സമ്മേളനം മീഡിയ റൂമിൽ നടക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഈ വിഷയത്തിലും സർക്കാരിനും സ്പീക്കർക്കുമെതിരെ പ്രതിപക്ഷം പുതിയ പോർമുഖം തുറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. സ്മൃതി, ശരി. CPM-നെ പ്രതിരോധത്തിലാക്കിയ മനു തോമസ് ഉന്നയിച്ച വിഷയമാണ്, ആരോപണങ്ങളാണെന്ന് പ്രതിപക്ഷം സഭയിലേക്ക് ഉന്നയിച്ചത്. സഭയിൽ ഉന്നയിച്ച